ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭിക്ഷാടനം നടത്തും. യൂത്ത് കോൺഗ്രസിന്റെ ദുരന്തബാധിതരെ ഉപയോഗിച്ച് ഫണ്ട് പിരിച്ചു തട്ടിയെടുക്കുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐ ഭിക്ഷാടനം സംഘടിപ്പിക്കുന്നത്. ഭിക്ഷ നടത്തി കിട്ടുന്ന പണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കും. ജോഷില ചേരുകയാണ്. ജോഷില, ഡിവൈഎഫ്ഐ വളരെ പ്രതീകാത്മകമായിട്ടാണ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ പേരിൽ ഫണ്ട് പിരിച്ചെടുത്ത് അത് മുക്കി തട്ടിപ്പ് നടത്തിയ യൂത്ത് കോൺഗ്രസിന് ഇത്രയും മനോഹരമായ ഒരു മറുപടി വേറെ നൽകാനില്ല. ജോഷില, തീർച്ചയായും ഷമ്മി, ഏറ്റവും മാതൃകാപരമായ അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു പ്രതികാരം നമുക്ക് വീട്ടാൻ പറ്റുക ആ രീതിയിലുള്ള ഒരു പ്രതികാര സമരം എന്ന് വേണം പറയാൻ. ദുരന്തബാധിതരുടെ പേര് പറഞ്ഞ് ഫണ്ട് പിരിക്കുകയും ആ ഫണ്ട് പിന്നീട് ഫണ്ട് തട്ടിപ്പ് നടത്തുകയും ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ വഞ്ചനാപരമായ നടപടിക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു സമരവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുകയാണ്. വയനാട് തന്നെയാണ് ഈ ഒരു സമരം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വയനാട്ടിലാണ് ഈ ബാധിതരെ ഉണ്ടായിട്ടുള്ളത്. ഈ ബാധിതരുടെ പേര് പറഞ്ഞ് വയനാടിന് വേണ്ടി പിരിച്ച ഫണ്ടാണ്. വയനാട്ടിലെ അടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് തമ്മിലടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ കഴിഞ്ഞ ദിവസം മീനങ്കാടിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ ഭിക്ഷാടനം നടത്തി ആ ഭിക്ഷാടനം കൊണ്ട് കിട്ടുന്ന തുക യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക്, സംസ്ഥാന നേതൃത്വത്തിന് അയച്ചു കൊടുക്കാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു വഞ്ചനാപരമായ ഒരു നിലപാട് എന്തിനാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഫണ്ട് എവിടെ പോയി? ഇതുവരെ എല്ലാ ജില്ലകളിലും നടത്തിയ ഫണ്ട് പിരിവ് അത് എന്താണ് യൂത്ത് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. എന്തായാലും പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ്, ദുരന്തബാധിതരോടുള്ള പൊതുജനങ്ങളുടെ സ്നേഹം അത് വഞ്ചിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. നമുക്ക് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഫ്രാൻസിസ്, ഇത്തരമൊരു ഭിക്ഷാടനവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രതീകാത്മക സമരം നടത്തുകയാണ്. എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം? യൂത്ത് കോൺഗ്രസിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്ക് 30 വീടുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിലുടനീളം വ്യാപകമായി ഫണ്ട് പിരിച്ച നേതൃത്വം കൊടുത്ത ആളാണ് യൂത്ത് കോൺഗ്രസ്. പക്ഷേ വ്യാപകമായി ഫണ്ട് പിരിച്ച് അതിന് നേതൃത്വം കൊടുത്ത് ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് യാതൊരു കണക്കുമില്ല എന്നുള്ളൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വ്യാപക ഫണ്ട് പിരിച്ചു എന്ന് മാത്രമല്ല, ആകെ 88 ലക്ഷം രൂപയെ അക്കൗണ്ടിലുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വയനാട് ജില്ലയിലെ മാത്രം അവരുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മീനങ്ങാടി മണ്ഡലം കമ്മിറ്റി മാത്രം 8 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 26 മണ്ഡലം വയനാട്ടിൽ യൂത്ത് കോൺഗ്രസിനുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മാത്രം ഏകദേശം 20 ലക്ഷം രൂപേൻ്റെ അടുത്ത് പൈസ പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന കണക്കിന് യാതൊരു വസ്തുതയില്ല. അപ്പം ഈ പൈസ പിരിച്ചത് മുഴുവൻ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പുട്ടടിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പം വീണ്ടും അവർ ഈ വീട് നിർമ്മാണം വാഗ്ദാനം നൽകി, ആ വാഗ്ദാനം പാലിച്ചിട്ടില്ല എന്നുള്ള ചർച്ച വന്നപ്പം പൈസ പിരിക്കാൻ വേണ്ടി വീണ്ടും തയ്യാറായി വരികയാണ്. അപ്പോൾ പിന്നെ ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐ അവരെ ഞങ്ങളാവുന്ന വിധം സഹായിക്കുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ കമ്മിറ്റി, അതായത് ദുരന്തമുണ്ടായ വയനാട് ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്ക് വയനാട്ടിൽ നിന്ന് 61,72,158 രൂപ ഈ വയനാട് ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്ക് മാത്രം പിരിച്ച് സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി പിരിച്ച പൈസയാണ്. അപ്പോഴാണ് 88 ലക്ഷം രൂപ കേരളത്തിലാകെ യൂത്ത് കോൺഗ്രസ് പിരിച്ചു എന്ന് പറയുന്നത്. ഇത്രമാത്രം ഗതികെട്ട സംഘടനയാണോ യൂത്ത് കോൺഗ്രസ് എന്ന ആ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ എന്നാൽ പിന്നെ കുറച്ച് പൈസ നാട്ടുകാരിൽ നിന്ന് ഭിക്ഷ തണ്ടി പിരിച്ചു നൽകിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ആണ് പിച്ചച്ചട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആളുകളൊക്കെ നന്നായി സഹകരിക്കുന്നുണ്ട്. പക്ഷേ സഹകരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പിച്ചച്ചട്ടിയിലും യൂത്ത് കോൺഗ്രസ്സുകാരോട് കൈയിട്ട് വാരരുത് എന്ന ഒരു അഭ്യർത്ഥന നിങ്ങൾ പറയണം എന്നുള്ളതാണ് പൊതുജനങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്, ഈ പിച്ചച്ചട്ടിയിലെങ്കിലും കൈയിട്ട് വാരാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകരുത്. ഈ ലഭിക്കുന്ന പൈസ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് മണി ഓർഡറായി ഡിവൈഎഫ്ഐ അയച്ചു നൽകും. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി എന്ന നിലയ്ക്കാണ് കൽപ്പറ്റ സമരം നടക്കുന്നത്. അതിനുശേഷം ഡിവൈഎഫ്ഐയുടെ എല്ലാ മേഖലാ കമ്മിറ്റികളും ഇത്തരത്തിൽ പിച്ചതണ്ടി ലഭിക്കുന്ന പൈസ മണി ഓർഡറായി രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചു നൽകും. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ പിച്ചച്ചട്ടിയിലും കൈയിട്ട് വരാൻ യൂത്ത് കോൺഗ്രസ്സുകാർ തയ്യാറാകരുത് എന്ന അഭ്യർത്ഥന കൂടി ഇതിനോടൊപ്പം വെക്കുകയാണ്.
ഷമ്മി, ഇതാണ് ഞങ്ങൾ പിച്ചതണ്ടിയായാലും യൂത്ത് കോൺഗ്രസിനെ സഹായിച്ചിരിക്കും. അത്രയും ദാരിദ്ര്യമായ അവസ്ഥയിലാണോ യൂത്ത് കോൺഗ്രസ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ആ ഒരു ചോദ്യത്തിനിടയിലും ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പിച്ചച്ചട്ടിയിലും നിങ്ങൾ കൈയിട്ട് വാരരുത് എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളോട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പൈസ അയച്ചു കൊടുക്കും, മണി ഓർഡറായി അയച്ചു കൊടുക്കും, അതുകൂടി നിങ്ങൾ മുക്കരുത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നേതൃത്വം ഇവരോട് ആവശ്യപ്പെടുന്നത്. ഷമ്മി.